ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തിയേറ്ററുകളിൽ തരംഗമായി ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണല്ലോ പാൻ ഇന്ത്യൻ സിനിമ കൂടിയ സലാർ എന്ന സിനിമയ്ക്ക് ശേഷം പ്രശാന്ത് നീൽ സംവിധാനം ചെയ്യുന്ന അടുത്ത സിനിമകളെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. സലാറിന് പിന്നാലെ പ്രശാന്ത് നീൽ ഉടനെ സംവിധാനം ചെയ്യാനിരിക്കുന്നത് ജൂനിയർ NTR നായകനെത്തുന്ന NTR 31 എന്ന സിനിമയാണ്. സിനിമയുടെ ചിത്രീകരണം അടുത്ത വർഷത്തിന്റെ മധ്യത്തോടെ ആരംഭിക്കുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം സലാറിന്റെ രണ്ടാം ഭാഗത്തിന്റെ ചിത്രീകരണം ആരംഭിക്കുന്ന പ്രശാന്ത് നീൽ തുടർന്നായിരിക്കും KGFന്റെ ചാപ്റ്റർ 3 ആരംഭിക്കുക. അപ്പോൾ ഈ സിനിമകൾ കേട്ട് ഇനിയും വർഷങ്ങൾ കാത്തിരിക്കണമെന്നർത്ഥം. മിന്നൽ മുരളി, RDX എന്നീ സിനിമകളുടെ നിർമ്മാതാക്കളായ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് അടുത്തതായിട്ട് നിർമ്മിക്കുന്ന സിനിമകളിൽ ഒന്നിൽ പൃഥ്വിരാജ് സുകുമാരൻ നായകനായിട്ട് എത്തുന്നു. RDXന്റെ സംവിധായകൻ നഹാസ് സിദ്ദീഖ് ആയിരിക്കും സിനിമ സംവിധാനം ചെയ്യുക. ആക്ഷൻ പാക്ഡ് സിനിമയുടെ ചിത്രീകരണം അടുത്ത വർഷം ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഉടനെ ഉണ്ടാകുന്നതാണ്. ടൊവിനോയുടെ അടുത്ത വർഷം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമകളിൽ ഒന്നാണ് ഐഡന്റിറ്റി. സിനിമയുടെ ചിത്രീകരണം നിലവിൽ നടക്കുകയാണ്. തൃഷ നായികാവേഷത്തിലെത്തുന്ന സിനിമയിലേക്ക് തൃഷ ജോയിൻ ചെയ്തിരിക്കുന്നു എന്നൊരു ഒഫീഷ്യൽ അപ്ഡേറ്റും പുതിയ സ്റ്റില്ലും കൂടാതെ സിനിമയുടെ ലൊക്കേഷൻ വീഡിയോ എല്ലാം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഐഡന്റിറ്റിയുടെ അടുത്ത അപ്ഡേറ്റുകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഒരുപാട് നാളുകളായിട്ട് കാത്തിരിക്കുകയാണല്ലോ നിവിൻ പോളിയുടെ ഒരു വമ്പൻ ബോക്സ് ഓഫീസ് പ്രകടനത്തിനായിട്ട്. അത് അടുത്ത വർഷം തുടക്കത്തിൽ സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. ഡിജു ജോസ് ആന്റണി സംവിധാനം ചെയ്യുന്ന NP43 എന്ന സിനിമയുടെ ക്രിസ്മസ് പ്രമാണിച്ചുള്ള 6 മിനിറ്റ് 50 സെക്കൻഡ് ദൈർഘ്യമുള്ളൊരു അപ്ഡേറ്റ് നാളെ പുറത്തു വരികയാണ്. നാളെ ഡിസംബർ 25 തീയതി രാവിലെ 10:10 അപ്ഡേറ്റ് പുറത്തു വരും. ഫസ്റ്റ് ലുക്കും ടൈറ്റിൽ എല്ലാം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ അപ്ഡേറ്റിനായിട്ട്. ഒരുപാട് നാളുകൾക്ക് മുന്നേ തന്നെ ചിത്രീകരണം പൂർത്തിയാക്കിയ കേരളത്തിലും വിദേശത്തുമൊക്കെ ആയിട്ട് ചിത്രീകരിച്ച സിനിമയുടെ ഫസ്റ്റ് ലുക്ക് നാളെ ക്രിസ്മസ് ദിനത്തിൽ രാവിലെ 10 മണിക്ക് പുറത്തു വരുന്നതാണ്. വിഷു റിലീസായിട്ട് ഏപ്രിൽ മാസം തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഫഹദ് ഫാസിൽ സിനിമയാണല്ലോ ആവേശം. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്കിനും ഒപ്പം തന്നെ റിലീസ് തീയതി പ്രഖ്യാപന പോസ്റ്ററിനെല്ലാം തന്നെ മികച്ച അഭിപ്രായങ്ങളായിരുന്നു ലഭ്യമായത്. ആവേശം എന്ന സിനിമ ഫഹദിന്റെ കരിയറിലെ ഇനി വരാനിരിക്കുന്ന സിനിമകളിലെ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് എന്നാണ് വിവരം. തിയേറ്റർ ചാർട്ടിംഗ് എല്ലാം തന്നെ ആരംഭിക്കപ്പെട്ട സിനിമയ്ക്ക് 20 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് ഉണ്ട് എന്നാണ് നിലവിൽ പുറത്തുവരുന്ന അൺഒഫീഷ്യൽ അപ്ഡേറ്റ്. രഞ്ജൻ പ്രമോദിന്റെ സംവിധാനത്തിൽ മമ്മൂക്ക നായകനായി എത്തുന്ന ഒരു സിനിമ നിയറയിൽ ഒരുങ്ങുന്നു എന്ന് ഒരു റൂമർ വന്നിട്ട് ഒരുപാട് നാളുകളായി. കഴിഞ്ഞ ദിവസം ആ ഒരു പ്രോജക്റ്റിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയുടെ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അടുത്ത വർഷം സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. ഓ ബേബിക്ക് ശേഷം രഞ്ജൻ പ്രമോദ് സംവിധാനം ചെയ്യുന്ന സിനിമ മലയാളത്തിൽ അടുത്തൊരു വ്യത്യസ്ത പരീക്ഷണ സിനിമയാണ് എന്നും മമ്മൂട്ടി കമ്പനി തന്നെയായിരിക്കും സിനിമ നിർമ്മിക്കുക എന്നാണ് മറ്റൊരു അപ്ഡേറ്റ്. അവസാനത്തെ അപ്ഡേറ്റ് എമ്പുരാനെ കുറിച്ചാണ്. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ കാസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സലാർ എന്ന സിനിമയിലെ പൃഥ്വിരാജിന്റെ ചെറുപ്പവേഷം അവതരിപ്പിച്ച കാർത്തികേയ ദേവിന്റെ കഥാപാത്രത്തിന് വളരെ നല്ല അപ്രീസിയേഷൻ ആണല്ലോ ലഭ്യമായത്. പൃഥ്വിരാജുമായി നല്ല സാമ്യമുണ്ട് എന്നൊരു അഭിപ്രായമാണ് ട്രെയിലർ മുതൽ തന്നെ നമുക്ക് കേൾക്കാനായിട്ട് കഴിഞ്ഞത്. ഇപ്പോഴത്തെ അതേ കാർത്തികേയ ദേവ് പൃഥ്വിരാജിന്റെ ചെറുപ്പകാലം അവതരിപ്പിക്കാനായിട്ട് സായിദ് മസൂദിന്റെ ബാല്യകാലം അവതരിപ്പിക്കാനായിട്ട് എമ്പുരാൻ എന്ന സിനിമയുടെ ഭാഗമാകുമെന്ന് അദ്ദേഹം തന്നെ കൺഫേം ചെയ്തിരിക്കുകയാണ്. എമ്പുരാൻ എന്ന സിനിമയുടെ അടുത്ത ഷെഡ്യൂൾ അടുത്ത മാസം ജനുവരിയിൽ ആരംഭിക്കും. അടുത്ത വർഷം പകുതിയോടെ സിനിമയുടെ മുഴുവൻ ചിത്രീകരണം പൂർത്തിയാക്കും. കാത്തിരിക്കൂ കൂടുതൽ സിനിമാ വാർത്തകൾ കേട്ടാം.